നമസ്കാരം. കാശ് കൊടുത്ത് സിനിമ കാണാൻ നമ്മളൊക്കെ വെറും പൊട്ടന്മാരാണ്. ഇപ്പോൾ വിൻസി അലോഷ്യസിൻ്റെ ഒപ്പം അഭിനയിച്ച് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിൽ ഷൈൻ ടോം ചാക്കോയ എന്തോ അവളെ കയറി നെക്ക് ചന്തിമേല അമർത്ത് ചെയ്ത് വസ്ത്രം മാറിനടുത്ത് സഹായിക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞ് സിനിമ റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം. നമ്മളൊക്കെ 100-150 രൂപയും കൊടുത്തൊരു സിനിമ കാണാൻ പോകുമ്പോൾ ചില സിനിമയൊക്കെ കണ്ടാൽ കേൾക്കണം, ഇതിൻ്റെ ഡയറക്ടറെ ഇവരൊക്കെ കിട്ടിയ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകും. സെക്കൻഡ് ഷോ ആണെങ്കിൽ പറയണ്ട, നമ്മുടെ ഉറക്കവും പോയി പൈസയും പോയി. ഇവൾക്ക് എന്തൊക്കെയോ അവാർഡ് കിട്ടിയൊക്കെ സംഭവം നടന്നു. ഇപ്പം അവളവിടെ ജീവിച്ചിരിക്കണം, ചത്ത് ജീവിക്കണം. അവളിവിടെ ആരും വിളിക്കണമെന്നില്ല. ഇപ്പോൾ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ഇത്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ ഇവിടെ പൊളിറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അപ്പം എന്തെങ്കിലും നടികൾ ഇങ്ങനത്തെ വെടിക്കേസുമായിട്ട് വരും. എന്നിട്ട് ഇവൾ പരാതി കൊടുത്തായിരിക്കാം ഫിലിം ചേംബർ, സജി നന്ദിയോട്ട്. ഇവരൊക്കെ ആരാ? എക്സൈസ് കേസെടുത്തു. എന്തോ ഷൂട്ടിങ് സൈറ്റിൽ ഇവളുടെ ചന്തിമ കയറി പിണക്കിയെന്നോ. അതിന് എക്സൈസിന് എന്താ റോള്? അന്ന് ഇയാൾ ലഹരി ഉപയോഗിച്ചെന്ന് പറയണമെങ്കിൽ അന്ന് ഇവൾ പരാതിപ്പെടേണ്ടിയിരുന്നു. ഇവളുടെ ചന്തിമേൽ നെക്കി അങ്ങനെ എന്തൊക്കെയാണ് കേൾക്കണേ. ഇവൾ അന്ന് പരാതിപ്പെടേണ്ടിയിരുന്നു. ഇന്നിപ്പോൾ എന്താ, അന്ന് അയാൾ ലഹരി ഉപയോഗിച്ച് എന്നിട്ട് ഇവൾ പറഞ്ഞ തെളിവ് വെളുത്ത പൊടി തുപ്പി. വെളുത്ത പൊടിയൊക്കെ ഞാൻ കേട്ടിടത്തോളം നല്ല വില കൂടിയ പൊടികളാണ്. അതൊക്കെ ആരെങ്കിലും തുപ്പുക തിന്നല്ലുള്ളൂ. അല്ലെങ്കിൽ ആരാണ് സിനിമാ നടികൾ പുണ്യാളത്തികളുള്ളത്? ഇതിനെതിരെ ഭാഗ്യലക്ഷ്മിയൊക്കെ ഇങ്ങനെ ചടകൊട്ടഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇവള് പറഞ്ഞത്, നാൾ പറഞ്ഞാൽ ആണുങ്ങളും സൈഡിൽ റോഡ് സൈഡിലൊക്കെ നിന്ന് മൂത്രം ഒഴിച്ചാൽ കാറിടിച്ച് കൊല്ലാൻ തോന്നുന്നൊക്കെ പറഞ്ഞാൽ അത്ര വൃത്തിയായിട്ട സ്ത്രീയാണ്. അവൾ പറഞ്ഞ ലഹരി ഉപയോഗിച്ചുള്ള ആൾക്കാരൊപ്പം അഭിനയിക്കണത് ഭയങ്കര പ്രശ്നമാണെന്ന്. അങ്ങനെയുള്ളവർ പോവാണ്ടെന്നാൽ പോലെ. ജനങ്ങളോട് പറഞ്ഞിട്ട് ജനങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജനങ്ങളെ നേരിടുന്ന പ്രശ്നമേ അല്ല ഇതൊന്നും. ഇപ്പോൾ ഇവിടെ റീസെൻ്റായിട്ട് ചില പത്രത്തിലൊക്കെ തലക്കെട്ടും ടി വിയിലൊക്കെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടിയിൽ പോകാൻ വേണ്ടി ഓരോ സമയത്ത് ഓരോ കേസ് കിട്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾക്കറിയാലോ, ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ പൊന്തി വന്ന നേരമായിരുന്നു. അല്ലാണ്ട് ഒരു അണ്ടി കേസ് വല്ലത് ഇവളുടെ ചന്തിമേൽ അമർത്ത. ഏത് സിനിമാ നടിയാണ് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഉർവശി പട്ടവും കിട്ടി അങ്ങനെ അഭിനയ മികവ് കൊണ്ടുവന്നത്? വിരലിലുണ്ടാവുന്ന ഉണ്ടാവും. ബാക്കിയുള്ള അവളുമാരൊക്കെ സംവിധായകൻ തൊട്ട് ഡയറക്ടർ അല്ല പ്രൊഡ്യൂസർ, ഫോട്ടോഗ്രാഫർ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ചിലപ്പോൾ ലൈറ്റ് ബോയ് വരെ കളിച്ച പെണ്ണുകളെ എനിക്കറിയാം. അവരതിനായിട്ടാണ്ട് ഇറങ്ങണം. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആവും. അല്ലാതെ ഏതോ വീട്ടിൽ ജനിച്ച് വന്നൊരു വളർന്നൊരു പെണ്ണ് കഴിവുള്ള ആണെന്ന് കരുതി ഏത് സംവിധായകനാണ് അവളൊക്കെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന് സെലിബ്രിറ്റി ആക്കണത്? പൈസ മുടക്കുമ്പോൾ അതിൻ്റെ ഗുണം അവർക്കും കിട്ടണം. അവർ കാലം കളിച്ചിട്ട് തന്നെ. ഇനി കളിക്കാതെ ഏതെങ്കിലും പുണ്യാളത്തിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നിട്ട് ഓരോരോ ഇവന് വേറൊരു കുഴപ്പമുണ്ട്. ഈ ഷൈൻ ടോം ഇവൻ കണ്ടത് വിളിച്ച് പറയും. ഒരു താൻ തോന്നിയ സ്വഭാവമാണ്. അതിൽ വിനായകൻ ഇവരെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇവനൊക്കെ ആരടാ? കലാഭവൻ മണി മരിക്കോളം വേട്ടയാടിയിരുന്നു കുറച്ച് സവർണർ ഫിലിം ഫീൽഡിലുള്ള. സാധാരണ ജനങ്ങളെ ഇതൊന്നും ബാധിക്കാത്ത ഒന്നുമേ അല്ലാത്തൊരു ഇഷ്യൂസാണ് ഇതൊക്കെ. എന്നിട്ട് ഇവള് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്ത ഫിലിം ചേംബറുണ്ട്. ചേംബർ ഇവർക്ക് എന്താണ് ഇതിൻ്റെ, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടനക്ക് എന്താ ഇതിലൊരു റോള്? അല്ലെങ്കിൽ തന്നെ നാറി മെഴുകി തൂറി നിൽക്കുക. ഈ സിദ്ദിഖിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ട് അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. സിനിമ നടി വെടികൾ തന്നെ രംഗത്തിറങ്ങി. അങ്ങനത്തെ ആളല്ല. എന്താ ഇക്കാക്ക് സാമാനമില്ലേ? ഇഷ്ടം പോലെ വെടിയും ഒക്കെ നടക്കേണ്ട ഒരു ഫീൽഡ് തന്നെയാണിത്. നാറി മെഴുകി നിൽക്കുമ്പോൾ ഇതേപോലെ ഒരു എരനാട് ഇട്ട് കൊടുത്താൽ എല്ലാം ഡീസൻ്റ് ആകുമെന്ന് വിചാരിച്ചു. അതൊന്നും അല്ല സംഭവം. ഒന്നാമത്തെ കാരണം സിനിമ റിലീസാകാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുക. നെക്സ്റ്റ് ഇവിടെ നടക്കുന്ന റീസെൻ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം അടിയിൽ പോവുക.
എന്നിട്ട് സജി നന്ദിയായിട്ട് എന്നോട് പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പേര് വെളിപ്പെടുത്തൂല എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഓഫ് പോലീസ് ടീമിന് പറഞ്ഞു കൊടുത്ത് ഇയാളെ അത് ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അയാൾ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു. അതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പിങ്ങനെ കാണിക്കുക. ഏതോ സിനിമ ഷൂട്ടിങ് സൈറ്റിൽ അവളെ ചന്തിമയെ പിടിക്കാൻ ശ്രമിച്ച് അല്ലെങ്കിൽ വസ്ത്രം മാറാൻ പോകുമ്പോൾ ഒപ്പം ചെല്ലാം എന്ന് പറഞ്ഞ് അവൻ ലഹരിയിലാണെങ്കിൽ അപ്പം പിടിപ്പിക്കേണ്ടിയിരുന്നു, അപ്പം പ്രതികരിക്കണം. ഇവളൊക്കെ എന്താ ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ റിലീസിൻ്റെ ഡേറ്റ് കണക്കാക്കി പോലീസ് പിടിക്കാൻ വന്ന ആൾക്കാർ ഓടൂലേ? അവിടെ എക്സൈസ് കേസ് എടുക്കേണ്ടത്. എന്നോ ലഹരി ഉപയോഗിച്ചതിന് എക്സൈസിന് എന്താ റോള്? പോലീസ് വരെ റോളില്ല. പോലീസിന് അങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗിച്ച് പിടിക്കാൻ പറ്റുക? ഒന്നും നടക്കില്ല. ജനങ്ങളൊക്കെ വെറും ഫുള്ള് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് വാർത്തകളിലൂടെ പ്രചരിക്കുന്നത്. അല്ല, ഇവളിപ്പോൾ പൊന്നാനി എവിടെ ഉള്ള ആളാണ്. ഇവൾ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അവാർഡിനും തേങ്ങയൊക്കെ കിട്ടി. ഏതോ സിനിമ കഴിഞ്ഞ ദിവസം അവൾ വന്നിരുന്നു. ഏതോ സിനിമയിൽ ഇവളെ കാസ്റ്റ് ചെയ്യാൻ പോവാണ്, തടി കുറക്കണം, വണ്ണം കുറക്കണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ അപ്പൻ്റെ ഒപ്പം ഇവൾ നടക്കാൻ പോവും. വെളുപ്പാങ്കരുത്ത് 4:30 മണിക്കൊക്കെ പോകുമ്പോൾ വരും. അങ്ങനെ തടിയൊക്കെ കുറച്ചപ്പോൾ സോറി വിൻസി വേറെ ആളെടുത്തെന്ന് പറഞ്ഞ്. എന്നിട്ടും വലിയ അറ്റൻഷൻ കിട്ടില്ല. എന്നാൽ പിന്നെ തുണി പൊക്കാൻ വന്നതാ, മറ്റൊരിടത്ത് കയറി പിടിച്ചതാ പറഞ്ഞാലാണ് പിന്നെ ഇവിടെ പീഡനമുള്ള വലിയ പ്രശ്നം. അതിലവൾ വിജയിച്ച്. ഇപ്പം ടി വി മുഴുവനും വിൻസി. അല്ലെങ്കിൽ ഇവളൊക്കെ പുണ്യാളത്തികളാണ്. ഈ ഫിലിം ഫീൽഡിൽ നിൽക്കുന്നതൊക്കെ പുണ്യാളത്തികളാണോ? അല്ലെ അവിടെ തൊട്ട് ഇവിടെ തൊട്ടെന്ന് പറയാൻ എന്താ അർഹത ഒരിക്കൊക്കെ ഉള്ളത്? അത് ജനങ്ങൾക്ക് എന്താ ഇതിൽ റോള്? ജനങ്ങളിട്ടിങ്ങനെ വട്ടാക്കാൻ. ഈ സംഗതി സെലിബ്രിറ്റികളാണ്, കേൾക്കാൻ ഇഷ്ടമുണ്ടാവും എന്നും പറഞ്ഞ് ഇങ്ങനത്തെ മർദ്ദനം അഴിച്ചു വിടാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ വീഡിയോ കണ്ടത്. അച്ഛൻ്റെ ഒപ്പം നടക്കാനൊക്കെ പോയിട്ട് ഇവിടെ എത്രയോ വെയിറ്റും തടിയൊക്കെ കുറച്ച് ഏതോ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇവിടെ ഉറപ്പിച്ച് സോറി വിൻസി പറഞ്ഞു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ റീൽസൊക്കെ ആയിട്ട് വരുമ്പോൾ കാണും. അതൊക്കെ ആൾക്കാരിങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. ഇതിപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യില്ല. കാരണം ലഹരി, ചന്തി, പീഡനം ഇങ്ങനത്തെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. അല്ലാണ്ട് ഇതിലൊക്കെ എന്ത് കാര്യമായിരിക്കണം? അമ്മ എന്ന് പറയുന്ന സംഘടന ഇത്രയും വൃത്തിയായിട്ട് ആ ഇടവേള ബാബുവൊക്കെ പെണ്ണ് കൂട്ടിക്കൊടുത്താണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ സ്വന്തം അമ്മമാർ മക്കളെ കൂട്ടിക്കൊടുക്കും. സംവിധാനമൊക്കെ ഒന്ന് കയറി പിടിച്ചാൽ, അല്ല പ്രൊഡ്യൂസർ കയറി പിടിച്ചാൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കിടന്ന് കൊടുത്തു എന്ന് പറഞ്ഞ തള്ളമാർ കാവൽ നിൽക്കുകയാണ്. ഇതാണ് ഫിലിം ഫീൽഡ്. അത് പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് രാസലഹരി ഉപയോഗിച്ച് ഒരു വെളുത്ത പൊടി തുപ്പണുണ്ട് എന്നും പറഞ്ഞൊരു കേസ് കൊടുക്കാൻ പറ്റുമോ? ഇയാൾ വെളുത്ത പൊടി തുപ്പി, അവന് ചിലപ്പോൾ എന്തെങ്കിലും അരിപ്പൊടി തിന്ന് തുപ്പിയാന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആരോ റൂട്ട് പൗഡർ, ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവളെ കയറി പിടിച്ച് ഇതിൻ്റെ റൈറ്റ് ടൈമിൽ അവൾ പോലീസിനെ വിളിക്കേണ്ടിയിരുന്നു. പോലീസ് വരും, ഇയാളെ പരിശോധിക്കും. എന്നാലും ചില രാസലഹരി പിടിക്കൂല, അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല, ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇത് തൂറി തോപ്പിക്കുക. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, സിനിമ റിലീസാകാൻ പോവുക. ഇനിയിപ്പോൾ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ നാളെ ഇറങ്ങുകയാണെങ്കിൽ ഇന്നിപ്പോൾ അടുത്ത തിയേറ്ററിലേക്ക് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കും. ഇതാ മറ്റേ സീനുണ്ടാവില്ല, അതിലൊന്ന് പോയി നോക്കാൻ വിചാരിക്കും. കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് പാവങ്ങളെ കുറഞ്ഞൊരു 150 രൂപ കൊടുക്കണം ഒരു സിനിമ കാണാൻ. ചില തെണ്ടി സിനിമകളൊക്കെ ഉണ്ടല്ലോ 10 പൈസയൊക്കെ ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് ഷോ ഒക്കെ കണ്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഡയറക്ടറൊക്കെ നമ്മൾ കണ്ട നടനെയൊക്കെ കണ്ടാലുണ്ടല്ലോ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു ഫീൽഡാണിത്. നമ്മളെന്ത് സാധനം വില കൊടുത്ത് മേടിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കുക. ഇതെന്ത് ക്വാളിറ്റി? ഇവരെ പരസ്യം കണ്ടാണ് കയറുക. 250 മറ്റേ ക്ലബ്ബ്, കോണത്തിലെ ക്ലബ്ബ് ഇപ്പോൾ കോടതിയും വിലക്കിയിട്ടുണ്ട്, റിവ്യൂ പറയാൻ പാടില്ല. പൈസ കൊടുത്ത് കണ്ട സിനിമനെ പറ്റി അഭിപ്രായം പറയാൻ പാടില്ല എന്നൊരു കോടതി ഓർഡർ വരെ വാങ്ങിയേക്കണം. എന്നാലും ഇവരെ തെണ്ടികളുടെ ബിസിനസ് നടക്കുള്ളൂ. മനസ്സിലായോ?
എൻ്റെ ബീൻസിയേ, നീയൊക്കെ കൂടി മനുഷ്യന്മാരായിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഫൂളാക്കരുത് പ്ലീസ്. ഇപ്പം എനിക്ക് തോന്നണേ ഇവിടെ പത്രത്തിൽ വരുന്ന തലക്കെട്ടുകളൊക്കെ ഒന്ന് അടിയിൽ പോകണം, അത്രേ ഉള്ളൂ. നമസ്കാരം.